ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള മക്രോണി വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. അതിൻ്റെ മുന്നേ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിലൊക്കെ അരിപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ പാലക്കപ്പൊടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇത്. ഈ മക്രോണി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നന്നായി കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം കേട്ടോ. പിന്നെ വേണ്ടത് മക്രോണിയാണ്. 1 കപ്പ് മക്രോണി എടുക്കുക. 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, എന്നാലും ഏകദേശം 1 കപ്പ് എടുക്കുക. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. കുതിർന്ന പരിപ്പാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതുപോലെ മറ്റൊരു അടുപ്പിൽ നമുക്ക് ആ മക്രോണിയും വേവിക്കാനിടാം. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. അത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പരിപ്പ് വെന്തോ നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ. ഇപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ പഴം മുറിച്ച് വെച്ചത് ചേർത്ത് വേവിക്കാം. ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതേപോലെ നമ്മൾ വേവിക്കാൻ വെച്ച മക്രോണിയും വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിൽ ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അതേപോലെ 2 കപ്പ് തേങ്ങേൻ്റെ രണ്ടാമത്തെ പാൽ. ഇപ്പോൾ തേങ്ങാപ്പാലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പാൽ നമ്മൾ 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ് ഈ രണ്ടാം പാൽ ഈ അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിപ്പൊടി കട്ടല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക ആദ്യം. എന്നിട്ട് നമുക്കത് ഈ തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ അതിലൊഴിച്ച് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ഇടുന്നത് കേട്ടോ. ഇപ്പോൾ പഴവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മക്രോണി വേവിച്ച് വെച്ച മക്രോണി ചേർക്കാം. അതേപോലെ നമ്മളിപ്പോൾ അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ച രണ്ടാം പാലില്ലേ, അത് ഒഴിക്കുക. അത് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഞാനിവിടെ സ്വീറ്റ്നറാണ് ഇട്ടത്, അതുകൊണ്ടാണ് കുറച്ച് ഇട്ടതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ മധുരത്തിനനുസരിച്ച് ഇടാം. പിന്നെ വേണ്ടത് ഏലക്കപ്പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ഇടാം. പിന്നെ അതേപോലെ 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഇളക്കിയിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ അതിങ്ങനെ കുറുകും. അപ്പോൾ ആ കുറുകണ വരെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അരിപ്പൊടിയല്ലേ, അപ്പോൾ അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴേക്ക് പോയിട്ട് കട്ട പിടിച്ച് നിൽക്കും. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ 1 കപ്പ് ചേർക്കാം. ഈ 1-ാം പാൽ ചേർത്തിട്ട് തിളപ്പിക്കേണ്ട. കുറച്ച് നേരം 1 മിനിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ആ പാലൊന്ന് ചൂടായി വന്നാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പിരിഞ്ഞു പോവും. തിളക്കാൻ വിടണ്ട. അതിൻ്റെ മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഓഫാക്കിയിട്ട് അത് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് താളിച്ചൊഴിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. പിന്നെ വേണ്ടത് ചെറിയ 2 കഷ്ണം പട്ടയും 4 ഗ്രാമ്പും. ഏലക്ക നമ്മൾ പൊടിച്ചത് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, ഇത് മതിയാവും. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇനി അതൊന്ന് ആ മുന്തിരി ഒന്ന് ബോളായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ആ മക്രോണി മിക്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മക്രോണി കൊണ്ട് ഉണ്ടാക്കിയ ഈ നോമ്പുതുറ വിഭവം റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതായിരുന്നു. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.